വേണ്ടെങ്കിൽ വാങ്ങണ്ടെന്നേ അമേരിക്കയോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സ്വതവേ ശാന്തനായ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇങ്ങനൊരു കടുത്ത പരാമർശം നടത്തണമെങ്കിൽ എന്തെങ്കിലും കാര്യമായ കാര്യമുണ്ടാകില്ലേ? ഉണ്ട്, ഒരു സംശയവുമില്ല. ഇതിന് പിന്നിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഇന്ത്യയെ ഒന്ന് പ്രകോപിപ്പിച്ചത്. അതും ഒരു ലോജിക്കുമില്ലാത്ത ചില മുടന്തൻ വാദങ്ങളുടെ പിൻബലത്തോടെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇന്ത്യ അങ്ങ് പേടിച്ച് പെട്ടെന്ന് തന്നെ അമേരിക്ക പറയുന്ന വ്യവസ്ഥയിൽ വ്യാപാര കരാറിന് റെഡിയാകുമെന്നായിരിക്കും നവാരോ കരുതിയത്. എന്നാൽ ആ സ്കീം ഇവിടെ നടക്കില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് എസ് ജയശങ്കർ. ചോദ്യം: എന്തുകൊണ്ട് ഇന്ത്യക്ക് പകരം തീരുവ ചുമത്തി? നവാരോയുടെ ഉത്തരം ഇങ്ങനെ: അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു നൽകുന്നില്ല. അമേരിക്കയുടെ വ്യാപാര കമ്മിക്ക് കാരണം ഇന്ത്യയാണ്. ഇന്ത്യ ഞങ്ങൾക്ക് മേൽ വമ്പൻ താരിഫ് ചുമത്തുന്നു. അമേരിക്കയിലെ വ്യവസായികളുടെയും തൊഴിലാളികളുടെയും വേദന ഇന്ത്യ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യ തീരുവ മഹാരാജാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യക്ക് പകരം തീരുവ ചുമത്തിയത്. ഉത്തരം കേട്ട് ഞെട്ടാത്തവർ ചുരുക്കം. ഓഹോ, എങ്കിൽ പിന്നെ പിഴ എന്തിനായിരുന്നു? അതിനുമുണ്ട് ഗംഭീര കാരണം. 2022 മുൻപ് നിങ്ങൾ ഇന്ത്യക്കാർ റഷ്യയിൽ നിന്ന് വാങ്ങിയത് 1% താഴെ ക്രൂഡ് ഓയിൽ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് 35 മുതൽ 40% വരെ റഷ്യൻ എണ്ണ. അപ്പൊ നിങ്ങൾക്ക് എണ്ണ വേണ്ടിയിട്ടൊന്നുമല്ല, അവിടുന്ന് ചുളുവിലയ്ക്ക് ക്രൂഡ് വാങ്ങി ശുദ്ധീകരിച്ച് പ്രീമിയം ഇന്ധനമാക്കി യൂറോപ്പിലും ആഫ്രിക്കയിലും ഒക്കെ മറിച്ചുവിറ്റ് അന്യായ ലാഭമുണ്ടാക്കാനാണ്. നിങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ടല്ലേ ആ റഷ്യ പാവം യുക്രൈനെ ആക്രമിക്കുന്നത്? അവിടെ പിടഞ്ഞു മരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലേ? കേട്ടാൽ ആ യുദ്ധം ഇന്ത്യ സ്പോൺസർ ചെയ്തതാണെന്ന് തോന്നും. റഷ്യയുടെ അലക്കുശാലയാണ് ഇന്ത്യ എന്ന് കൂടി പറഞ്ഞു വെച്ചു നവാരോ. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ശുദ്ധീകരണശാലയാണ് ഇന്ത്യയെന്ന് അതിനു മുൻപ് ഫൈനാൻഷ്യൽ ടൈംസിൽ എഴുതിയ ലേഖനത്തിലും നവാരോ ആരോപിച്ചിരുന്നു. എന്ന് വെച്ചാൽ റഷ്യയെ അലക്കി വെളുപ്പിക്കുകയാണത്രേ ഇന്ത്യ. റഷ്യൻ ക്രൂഡിന്റെ പേയ്മെന്റ് കൊടുത്തിട്ട് വേഗം പോയി യുക്രൈനെ ആക്രമിച്ചുവെന്ന് ഇന്ത്യ പറയുന്നുണ്ടെന്ന് തോന്നും കേട്ടാൽ. റഷ്യയുടെ ആവനാഴിയിൽ ആയുധങ്ങൾ നിറച്ചു കൊടുക്കുന്നത് ഇന്ത്യയാണത്രേ. വിചിത്രം തന്നെ. മൂന്നാമതൊരു പടുവാദം കൂടി ഫൈനാൻഷ്യൽ ടൈംസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. 2020-നും 2024-നും ഇടയിൽ ഇന്ത്യയുടെ മൊത്തം ആയുധ ഇറക്കുമതിയുടെ 36% റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ വാങ്ങുന്ന ഇന്ത്യ തന്ത്രപ്രധാന സാങ്കേതിക വിദ്യ ഞങ്ങളോട് പങ്കുവെക്കാൻ ആവശ്യപ്പെടുന്നു. വല്ലയിടത്തു നിന്നും ആയുധം വാങ്ങിയിട്ട് അമേരിക്കയുടെ സെൻസിറ്റീവായ സാങ്കേതിക വിദ്യ ചോദിക്കുന്നത് ഞങ്ങളുടെ തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ലേ? ആ ലേഖനം നവാരോ അവസാനിപ്പിച്ചത് ഇന്ത്യയെ ഞങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയായി കാണണമെങ്കിൽ ഇന്ത്യ കയ്യിലിരിപ്പ് നന്നാക്കണമെന്ന് പറഞ്ഞാണ്. ഇതിനു മുൻപും പലതവണ ഇന്ത്യ പറഞ്ഞതാണ് രാജ്യ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന്. ഇത് പേർത്തും കേട്ടിട്ടും പിന്നെയും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവന നടത്തുന്ന നവാരോയ്ക്ക് ഒരിക്കൽ കൂടി കടുത്ത ഭാഷയിൽ മറുപടി നൽകുകയായിരുന്നു എസ് ജയശങ്കർ. പരിഹാസരൂപേണയായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണത്തിന് തുടക്കം. പിന്നെ അങ്ങ് കത്തിക്കയറി. ബിസിനസ് പ്രോത്സാഹകരായ അമേരിക്കൻ ഭരണകൂടം മറ്റുള്ളവർ ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ ആരോപണവുമായി എത്തുന്നു. വല്ലാത്ത തമാശ തന്നെ. ഇന്ത്യയിൽ നിന്ന് എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ വാങ്ങണ്ട, അത്ര തന്നെ. നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല. യൂറോപ്പ് വാങ്ങുന്നു, ആഫ്രിക്ക വാങ്ങുന്നു, നിങ്ങളത് താല്പര്യപ്പെടുന്നില്ല, വാങ്ങണ്ട. ദേശീയ ആഗോള താല്പര്യം സംരക്ഷിച്ചും ആഗോള വിലസ്ഥിരത ഉറപ്പാക്കിയും മാത്രമായിരിക്കും ഇന്ത്യയുടെ തീരുമാനമെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ തീരുമാനങ്ങൾ തികച്ചും സ്വതന്ത്രമായിരിക്കും, അതിലിടപെടാൻ ആരെയും അനുവദിക്കില്ലെന്ന് കൂടി പറഞ്ഞാണ് ജയശങ്കർ തന്റെ മറുപടി അവസാനിപ്പിച്ചത്. ഇനി വാൽക്കഷ്ണം. ഇന്ത്യയെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈനയുണ്ടല്ലോ. എന്തിന് അമേരിക്ക തന്നെ എന്തുമാത്രം സാധനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു? അപ്പോഴൊന്നും മുമ്പ് പറഞ്ഞ ആ യുക്രൈനിൽ പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർമ്മ വരാറില്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സിനിമയിൽ കണ്ട കമ്പിളിപ്പുതപ്പ് മോഡലിലായിരുന്നു ട്രംപിന്റെ മറുപടി. അതൊന്നും എനിക്കറിയില്ല, I don't know എന്ന്. Mr. President, India says that the US imports Russian uranium, chemicals, fertilizers while criticizing their energy imports. Your response to that, sir? I don't know anything about it. ഇതിലും ഭേദം എനിക്കങ്ങ് തോന്നി ഞാനങ്ങ് ചെയ്തു എന്ന് പറയുന്നതായിരുന്നു എന്ന് പറയുന്നവരും ഏറെ.